ഇന്ന് പുതുതായി 3 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഈ 3 പേരും വയനാട് ജില്ലയിലാണ്. സമ്പർക്കം മൂലമാണ് 3 പേർക്കും വൈറസ് ബാധിച്ചത്. കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ പോയി വന്ന വാഹനത്തിൻ്റെ ഡ്രൈവർക്ക് രോഗം സ്ഥിരീകരിച്ചിരുന്നു. ആ ഡ്രൈവറുടെ അമ്മയും ഭാര്യയും പിന്നെ വണ്ടിയുടെ ക്ലീനറുടെ മകനും അങ്ങനെ 3 പേർക്കാണ് ഇപ്പോൾ രോഗബാധയുണ്ടായത്. ഇപ്പോൾ മറ്റിടങ്ങളിലൊക്കെ പോയി തിരിച്ചെത്തുമ്പോൾ പാലിക്കേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ അയഞ്ഞാൽ ഉണ്ടാകുന്ന അപകടത്തിൻ്റെ സൂചനയാണ് ഇത് നൽകുന്നത്. ഇന്ന് രോഗബാധയുള്ള ആരുടെയും പരിശോധനാ ഫലം നെഗറ്റീവായി വന്നിട്ടില്ല. ഇതുവരെ 502 പേർക്കാണ് നമ്മുടെ സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചത്. ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുന്ന രോഗബാധിതരുടെ എണ്ണം 37. നിരീക്ഷണത്തിലുള്ളത് 21,342 പേര്. വീടുകളിൽ 21,034 പേര്. ആശുപത്രിയിൽ 308 പേര്. ഇന്ന് മാത്രം 86 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതുവരെ 33,800 സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അയച്ചത്. 33,265 എണ്ണം രോഗബാധയില്ല എന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്. ഇന്ന് 1024 ടെസ്റ്റാണ് നടത്തിയത്. സെന്റിനൽ സർവൈലൻസിൻ്റെ ഭാഗമായി മുൻഗണനാ ഗ്രൂപ്പിൽപ്പെട്ട 2,512 സാമ്പിളുകൾ പരിശോധിച്ചതിൽ 1,979 നെഗറ്റീവ് റിസൾട്ട് വന്നിട്ടുണ്ട്. പുതുതായി ഹോട്ട്സ്പോട്ടുകളൊന്നും ഇന്നില്ല. കണ്ണൂർ 18, കോട്ടയം 6, വയനാട് 4, കൊല്ലം 3, കാസർഗോഡ് 3, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് 1 വീതം. ഇങ്ങനെയാണ് ഇപ്പോൾ ചികിത്സയിലുള്ളവരുടെ എണ്ണം. 4 ജില്ലകൾ കോവിഡ് മുക്തമാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ പ്രവാസി സഹോദരങ്ങൾ നാട്ടിലേക്ക് വരാനുള്ള നടപടികൾ കേന്ദ്ര ഗവൺമെൻറ് തുടക്കം കുറിച്ചിട്ടുണ്ട്. പക്ഷേ ആളുകളുടെ എണ്ണം താരതമ്യപ്പെടുത്തിയാൽ വളരെ കുറച്ച് പേരെ മാത്രമേ ആദ്യഘട്ടത്തിൽ കൊണ്ടുവരുന്നുള്ളൂ എന്നാണ് സൂചന. കിട്ടിയ വിവരമനുസരിച്ച് കേരളത്തിലെ കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം വിമാനത്താവളങ്ങളിലായി ആദ്യത്തെ 5 ദിവസം എത്തിച്ചേരുക 2,250 പേരാണ്. ഇന്ത്യ ഗവൺമെൻറ് ആകെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് 80,000 പേരെയാണ് എന്നും ഒരു വിവരമുണ്ട്. പക്ഷേ അടിയന്തരമായി നാട്ടിലെത്തിക്കേണ്ടവരുടെ മുൻഗണന നാം കണക്കാക്കിയതനുസരിച്ച്
1,69,136 പേര് വരും. തിരിച്ചു വരാൻ രജിസ്റ്റർ ചെയ്തവർ 4,42,000 പേരും വരും. ഇപ്പം നമ്മൾ മുൻഗണന കണക്കാക്കിയത് തൊഴിൽ നഷ്ടപ്പെട്ടവർ, തൊഴിൽ കരാർ പുതുക്കി കിട്ടാത്തവർ, ജയിൽ മോചിതർ, ഇവർക്കൊന്നും പിന്നെ അവിടെ നിൽക്കാൻ പറ്റില്ല. ഇവരെല്ലാം ഇങ്ങോട്ട് വരൽ മാത്രമേ മാർഗമുള്ളൂ. പിന്നെ ഗർഭിണികൾ, ലോക്ക്ഡൗണിൻ്റെ ഭാഗമായി മാതാപിതാക്കളിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന കുട്ടികൾ, വിസിറ്റ് വിസയിൽ പോയി കാലാവധി കഴിഞ്ഞവർ, കോഴ്സ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾ, ഇവരെല്ലാം അടങ്ങുന്നതാണ് നാം തയ്യാറാക്കിയ മുൻഗണനാ ലിസ്റ്റ്. ഇത് കേന്ദ്രത്തിന് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. നമ്മുടെ ആവശ്യം ആദ്യഘട്ടത്തിൽ തന്നെ ഇവരെ ആകെ നാട്ടിലെത്തിക്കണമെന്നുള്ളതാണ്. അത് കേന്ദ്രം അനുവദിച്ചിട്ടില്ല. സംസ്ഥാനം ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ ശേഖരിച്ച വിവരങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിനും ബന്ധപ്പെട്ട എംബസികൾക്കും കൈമാറേണ്ടതുണ്ട്. അതിലുള്ള പ്രശ്നം, വിവരങ്ങൾ കൈമാറാനുള്ള സംവിധാനം ഇതുവരെ വിദേശ മന്ത്രാലയവും എംബസികളും ലഭ്യമാക്കിയിട്ടില്ല. ഈ കാര്യം നേരത്തെ തന്നെ ഔദ്യോഗിക തലത്തിൽ അറിയിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ പ്രധാനമന്ത്രിയോട് കത്തിലൂടെ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മുൻഗണനാ വിഭാഗങ്ങളിൽപ്പെട്ടവരെ എത്രയും വേഗം സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് നാട്ടിലെത്തിക്കണമെന്നാണ് കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടാനുള്ളത്. കേരളത്തിൽ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണുള്ളത്. ഈ 4 വിമാനത്താവളങ്ങൾ വഴിയും പ്രവാസികളെ കൊണ്ടുവരാനുള്ള സജ്ജീകരണമാണ് ഒരുക്കിയത്. പക്ഷേ കണ്ണൂർ വിമാനത്താവളത്തെ അതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ്. അതിൻ്റെ കാരണം വ്യക്തമാക്കിയിട്ടുമില്ല. കണ്ണൂർ വിമാനത്താവളം വഴി നാട്ടിലെത്തേണ്ട ആയിരക്കണക്കിന് ആളുകളുണ്ട്. രജിസ്റ്റർ ചെയ്ത കേരളീയരിൽ 69,179 പേർ കണ്ണൂരിൽ ഇറങ്ങണമെന്നാണ് താൽപ്പര്യപ്പെട്ടിട്ടുള്ളത്. ഈ ലോക്ക്ഡൗണിൻ്റെ കാലത്ത് മറ്റിടങ്ങളിൽ ഇറങ്ങിയാൽ അവരുടെ യാത്രയിലും മറ്റുമുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഊഹിക്കാവുന്നതാണ്. ഈ കാര്യവും പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ വിശദമായി ചൂണ്ടിക്കാണിച്ചു. കേന്ദ്ര ഗവൺമെൻറ് അറിയിച്ചതനുസരിച്ച് കൊറോണ വൈറസ് ബാധിച്ചിട്ടുണ്ടോ എന്ന പരിശോധന നടത്താതെയാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വിമാനത്തിൽ ആളുകളെ എത്തിക്കുന്നത്. ഇത് വലിയ അപകടം സൃഷ്ടിക്കുന്ന രീതിയാണ്. ഒരു വിമാനത്തിൽ 200ഓളം പേരാണ് ഉണ്ടാവുക. അതിൽ 1-2 പേർക്ക് വൈറസ് ബാധയുണ്ടെങ്കിൽ യാത്രക്കാർ മുഴുവൻ പ്രശ്നത്തിലാകും. രാജ്യത്താകെ രോഗവ്യാപനത്തിന് ഇടയാക്കും. ഇത് രാജ്യത്താകെ വരുന്ന
വിമാനങ്ങൾക്ക് ബാധകമായിട്ടുള്ള കാര്യമാണ്. കേരളത്തിൽ മാത്രമല്ല, എല്ലായിടങ്ങളിലും രോഗവ്യാപന സാധ്യത ഇത് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക. കേരളം പ്രവാസികളെ തിരിച്ചെത്തിക്കാൻ ചിട്ടയോടുകൂടിയ പദ്ധതിയാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. എന്നാൽ അതിൽ ശ്രദ്ധിക്കേണ്ടത് ലോകവ്യാപകമായി അംഗീകരിക്കപ്പെട്ട സുരക്ഷാ മാനദണ്ഡങ്ങളുണ്ട്. ആ സുരക്ഷാ മാനദണ്ഡങ്ങളിൽ ഒരിളവും വരുത്തുന്നത് ശരിയല്ല, അത് അനുവദിക്കാനുമാവില്ല. വിദേശങ്ങളിൽ നിന്ന് നമ്മുടെ സഹോദരങ്ങൾ ഇവിടെ എത്തേണ്ടത് പ്രധാനമാണ്. എന്നാൽ ആളുകൾ വരുമ്പോൾ കോവിഡ് വ്യാപനം തടയുക എന്ന പ്രധാന ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കാൻ പറ്റില്ല. ലോകം അംഗീകരിച്ച ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെടുന്നത് ദൗർഭാഗ്യകരമാണ്. അതുകൊണ്ട് പ്രത്യേക വിമാനങ്ങളിൽ തിരിച്ചെത്തിക്കുന്നവരെ യാത്ര തിരിക്കും മുൻപ് തന്നെ പരിശോധന നടത്തണമെന്ന് കത്തിലൂടെ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടു. ഇപ്പോൾ പ്രഖ്യാപിച്ച രീതിയിൽ വിമാനങ്ങൾ വന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ ആരെയും നേരെ വീടുകളിലേക്ക് അയക്കാൻ കഴിയില്ല. ചുരുങ്ങിയത് 7 ദിവസം ക്വാറന്റൈൻ വേണ്ടി വരും. എല്ലാവരും വിമാനത്തിൽ ആരൊക്കെ വരുന്നോ അവർ മുഴുവൻ സർക്കാർ ഒരുക്കുന്ന ക്വാറന്റൈനിൽ കഴിയണം. 7-ാം ദിവസമാണ് അവരുടെ കാര്യത്തിൽ PCR ടെസ്റ്റ് നടത്തുക. ആ ടെസ്റ്റിൽ നെഗറ്റീവായവരെ വീടുകളിലേക്ക് അയക്കും. PCR ടെസ്റ്റിന്റെ ഫലം പിറ്റേന്ന് തന്നെ കിട്ടും. പോസിറ്റീവായി ഫലം വന്നാൽ ചികിത്സക്കായി ആശുപത്രികളിലേക്ക് അയക്കും. വീടുകളിൽ പോകുന്നവർ തുടർന്നും ഒരാഴ്ചക്കാലം ക്വാറന്റൈൻ വീട്ടിൽ തുടരേണ്ടി വരും. നേരത്തെ ഇറ്റലിയിൽ നിന്നും ഇറാനിൽ നിന്നും ആളുകളെ കൊണ്ടുവന്നപ്പോൾ ഇന്ത്യൻ മെഡിക്കൽ സംഘം ആദ്യം അവിടങ്ങളിൽ പോയിരുന്നു. അവർ ടെസ്റ്റ് നടത്തിയിരുന്നു, വരേണ്ടവർ ടെസ്റ്റ് നടത്തിയിരുന്നു. വിമാനങ്ങളിൽ അടച്ചിട്ട യാത്രയാണ്. വൈറസ് വ്യാപന സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഇക്കാര്യത്തിൽ പുനഃപരിശോധന വേണമെന്ന് കേന്ദ്ര ഗവൺമെന്റിനോട് നാം ആവശ്യപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ നേരത്തെയും ആശയവിനിമയം നടത്തിയിരുന്നു. വിദേശത്ത് നിന്ന് വരുന്നവർക്ക് ക്വാറന്റൈനിൽ കഴിയുമ്പോൾ ആന്റിബോഡി ടെസ്റ്റ് വ്യാപകമായി നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിനാവശ്യമായ കിറ്റ് ലഭ്യമാകേണ്ടതുണ്ട്. 2 ലക്ഷം ആന്റിബോഡി ടെസ്റ്റ് കിറ്റിന് കേരളം ഓർഡർ നൽകിയിട്ടുണ്ട്. കൊച്ചി തുറമുഖം വഴിയും പ്രവാസികളെ കൊണ്ടുവരുന്നുണ്ട്. മാലിദ്വീപിൽ നിന്നും 2, UAEയിൽ നിന്നും 1 കപ്പലുകൾ ഉടൻ വരുമെന്നാണ് അറിയുന്നത്. അതിനാൽ തുറമുഖത്തും
ആവശ്യമായ സജ്ജീകരണം ഒരുക്കും. ഇത് സംബന്ധിച്ച് കൊച്ചി തുറമുഖ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട്. നാവികസേന അധികൃതരുമായി ചീഫ് സെക്രട്ടറി ഇക്കാര്യം സംസാരിച്ചിട്ടുമുണ്ട്. ഇങ്ങനെ കൊണ്ടുവരുന്നവരുടെ കൂട്ടത്തിൽ മറ്റ് സംസ്ഥാനക്കാരും ഉണ്ടായേക്കാം. അങ്ങനെയുണ്ടെങ്കിൽ അവരെ ബന്ധപ്പെട്ട സംസ്ഥാനങ്ങളിലേക്ക് അയക്കും. വിമാനത്താവളങ്ങളോടനുബന്ധിച്ചുള്ള ക്വാറന്റൈൻ കേന്ദ്രങ്ങളിൽ മാത്രമല്ല വിദേശത്തു നിന്നെത്തുന്നവരെ താമസിപ്പിക്കുക. അവരുടെ സ്വന്തം പ്രദേശങ്ങൾക്കടുത്തുള്ള ക്വാറന്റൈൻ കേന്ദ്രങ്ങൾ ഇതിനായി ഉപയോഗിക്കും. സ്വന്തം പ്രദേശം എന്ന് പറഞ്ഞാൽ അവരുടെ ജില്ല, ആ ജില്ലയിലെ ക്വാറന്റൈൻ കേന്ദ്രങ്ങൾ ഇതിനായി ഉപയോഗിക്കും. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും ഇത്തരം സൗകര്യങ്ങളുള്ള 2.5 ലക്ഷം കിടക്കകൾക്കുള്ള സൗകര്യം കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ 1,63,000 കിടക്കകൾ ഇപ്പോൾ തന്നെ ഉപയോഗിക്കാൻ പര്യാപ്തമാണ്. ബാക്കിയുള്ളവ പൂർണ്ണ സജ്ജമാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. വികേന്ദ്രീകൃതമായ ക്വാറന്റൈൻ സംവിധാനമാണ് ഉണ്ടാവുക. നമ്മുടെ സംസ്ഥാനത്ത് ഒഴിഞ്ഞുകിടക്കുന്ന ധാരാളം വീടുകളുണ്ട്. വലിയ സൗകര്യങ്ങളുള്ള വീടുകളാണ്. അത്തരം വീടുകളും വേണ്ടി വന്നാൽ ക്വാറന്റൈൻ ആക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. 45,000-ലധികം PCR ടെസ്റ്റ് കിറ്റുകൾ സംസ്ഥാനത്തുണ്ട്. കൂടുതൽ കിറ്റുകൾക്ക് ഓർഡർ നൽകിയിട്ടുണ്ട്. ഈ മാസം അവസാനിക്കുമ്പോൾ ഏതാണ്ട് 60,000 ടെസ്റ്റുകൾ നടത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്തയാഴ്ച മുതൽ വിമാനങ്ങളുടെ എണ്ണം വർദ്ധിക്കുമെന്ന് പറയുന്നുണ്ട്. ആഴ്ചയിൽ 20,000 പേർ എത്തും എന്നാണ് കണക്കാക്കുന്നത്. അവരെയെല്ലാം പരിശോധിക്കാനും ക്വാറന്റൈൻ ചെയ്യാനുമുള്ള ദൗത്യമാണ് സർക്കാർ ഏറ്റെടുക്കുന്നത്. ഇതോടൊപ്പം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മലയാളികൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെ 1,80,540 പേരാണ് നോർക്ക വഴി രജിസ്റ്റർ ചെയ്തത്. ഇതിൽ 25,410 പേർക്ക് പാസ് നൽകി. അവരിൽ 3,363 പേർ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ രാജ്യത്ത് രോഗബാധ തീവ്രമായ ചില പ്രദേശങ്ങളുണ്ട്. ചില വൻ നഗരങ്ങളിൽ രോഗികളുടെ എണ്ണവും വ്യാപനവും വർദ്ധിച്ച നിലയാണ്. അങ്ങനെ തീവ്ര രോഗബാധയുള്ള 10 ജില്ലകൾ കണക്കാക്കിയിട്ടുണ്ട്. അത്തരം ജില്ലകളിൽ നിന്നോ നഗരങ്ങളിൽ നിന്നോ വരുന്നവരുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധയും ജാഗ്രതയും വേണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലെ റെഡ് സോൺ ജില്ലകളിൽ നിന്ന് വരുന്നവർ ഒരാഴ്ച നിർബന്ധമായും സർക്കാർ ഒരുക്കുന്ന ക്വാറന്റൈനിൽ കഴിയേണ്ടി വരും. ഇത് നേരത്തെ പറഞ്ഞതിൽ നിന്നുള്ള ഒരു വ്യത്യാസമാണ്. നേരത്തെ പറഞ്ഞിരുന്നത് വരുന്നവർ അതിർത്തിയിൽ രോഗലക്ഷണം കാണിക്കുന്നില്ലെങ്കിൽ നേരെ വീട്ടിലേക്ക് പോകാമെന്നാണ്. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിലെ റെഡ് സോൺ ജില്ലകളിൽ നിന്ന് വരുന്നവരായാൽ അവരൊരാഴ്ച ഇവിടെ സർക്കാർ ഒരുക്കുന്ന
ക്വാറന്റൈനിൽ കഴിയണം. അവിടുന്ന് പരിശോധനയിൽ നേരത്തെ പറഞ്ഞതുപോലെ രോഗലക്ഷണമില്ല എന്ന് കണ്ടാൽ വീട്ടിലേക്ക് പോകാം. വീട്ടിൽ പിന്നെ 7 ദിവസം ക്വാറന്റൈൻ തുടരണം. രോഗലക്ഷണം ഉണ്ടെങ്കിൽ ആശുപത്രിയിലേക്ക് മാറണം. നോർക്കയിൽ രജിസ്റ്റർ ചെയ്ത് അതിർത്തിയിലെത്തുന്നവർ അവിടെ കുടുങ്ങിക്കിടക്കാൻ പാടില്ല. ഇത് ചിലർ അവിടുന്ന് പാസ് വാങ്ങി ഇവിടുത്തെ പാസ് ഇല്ലാതെ വരുന്നുണ്ട്. ഈ രണ്ടിടത്തെയും പാസ് പ്രധാനമാണ്. എവിടുന്നാണോ പുറപ്പെടുന്നത് അവിടുത്തെ പാസും എവിടെയാണോ എത്തേണ്ടത് അവിടുത്തെ പാസും പ്രധാനമാണ്. ഇപ്പോൾ നേരത്തെ തന്നെ സമയം നിശ്ചയിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എത്തിയാൽ, അതിർത്തിയിലെത്തിയാൽ പെട്ടെന്ന് പരിശോധനകൾ പൂർത്തിയാക്കി യാത്ര തുടരാൻ കഴിയണം. കാലതാമസം ഒഴിവാക്കണമെന്ന് കണ്ടിട്ടുണ്ട്. അതിർത്തികളിൽ നിശ്ചയിക്കപ്പെട്ട ഉദ്യോഗസ്ഥർ മാത്രമേ പാടുള്ളൂ. ഇന്നലൊരു ദിവസമാണ് പരിപാടി ആരംഭിച്ചതെങ്കിലും അതിൻ്റെ ഭാഗമായുള്ള ചില അനുഭവങ്ങളുണ്ട്. അപ്പോൾ ഒരു സ്ഥലത്തും സ്വീകരണ പരിപാടിയൊന്നും വേണ്ട. ഉദ്യോഗസ്ഥരല്ലാത്ത ആരും അവിടെ ഉണ്ടാകേണ്ടതുമില്ല. ഒരു സ്വീകരണ പരിപാടിയും അനുവദിക്കുകയുമില്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കേരളീയരെ തിരിച്ചെത്തിക്കാൻ ട്രെയിൻ ഏർപ്പെടുത്തുന്നതിനുള്ള ശ്രമം തുടരുകയാണ്. അതിൽ ഏറ്റവും അകലെ കഴിയുന്ന വിദ്യാർത്ഥികൾ, ഇപ്പോൾ പഞ്ചാബ്, ഹരിയാന പോലുള്ള സംസ്ഥാനങ്ങളിൽ, ഡൽഹി, ഇങ്ങനെയുള്ള വിദ്യാർത്ഥികളുണ്ട്. അത്തരം വിദ്യാർത്ഥികളെ ഡൽഹി കേന്ദ്രമാക്കി തിരിച്ചു കൊണ്ടുവരാനുള്ള, ട്രെയിൻ വഴി തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. അന്തർ സംസ്ഥാന യാത്രക്ക് വാഹനം ലഭിക്കുന്നതിനുള്ള പ്രയാസം പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അവർ ചെലവ് വഹിക്കാൻ തയ്യാറാണ്, പക്ഷേ വാഹനം ലഭ്യമല്ല. ആ പ്രശ്നം പരിഹരിക്കുന്നതിന് സംവിധാനം ഉണ്ടാക്കുന്നതിന് ആലോചിക്കുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനത്തുള്ള അതിഥി തൊഴിലാളികളിൽ 14,896 പേർ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് പോയിട്ടുണ്ട്. ഇന്ന് 3 ട്രെയിനുകളാണ് യാത്ര തിരിച്ചത്. യാത്രാ പാസുമായി ബന്ധപ്പെട്ട് ചില കേന്ദ്രങ്ങളിൽ ചില ആശയക്കുഴപ്പങ്ങളുണ്ട്. ഇപ്പോൾ സാധാരണ നിലയിൽ പാസ് വാങ്ങേണ്ടതില്ല എന്ന കാറ്റഗറിയിൽ പെടുന്നവർ, ഇപ്പോൾ സർക്കാർ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാർ, ആരോഗ്യ പ്രവർത്തകർ, കുടുംബശ്രീ പ്രവർത്തകർ, ശുചീകരണ തൊഴിലാളികൾ, സർക്കാർ ജീവനക്കാർ, ISRO, IT മേഖലകളിലുള്ളവർ, ഡാറ്റാ സെന്റർ ജീവനക്കാർ, ഇവരൊക്കെ മറ്റ് ജില്ലകളിലേക്ക് യാത്ര ചെയ്യേണ്ടി വന്നാൽ തന്നെ പാസ് പ്രത്യേകമായി വാങ്ങേണ്ടതില്ല. കാരണം അവർക്ക് ഔദ്യോഗിക തിരിച്ചറിയൽ കാർഡുണ്ട്, അത് കാണിച്ചാൽ മതിയാകും. വൈകുന്നേരം 7 മണി മുതൽ അടുത്ത ദിവസം രാവിലെ 7 മണി വരെയുള്ള യാത്രാ നിരോധനവും ഇവർക്ക് ബാധകമല്ല. അവശ്യ സർവീസ് വിഭാഗത്തിൽപ്പെടാത്തവർക്കാണ് അത് ബാധകമാവുക. വളരെ അത്യാവശ്യമുള്ള മെഡിക്കൽ ആവശ്യങ്ങൾക്കല്ലാതെ വൈകുന്നേരം 7 മണി മുതൽ
രാവിലെ 7 വരെ യാത്ര പാടില്ല. അതായത് ജനങ്ങൾ അനാവശ്യമായി പുറത്തിറങ്ങുന്നത് തടയുക തന്നെയാണ് ഉദ്ദേശം. അതിനാണ് ഈ നിയന്ത്രണം. അത്യാവശ്യ കാര്യങ്ങൾക്ക് സഞ്ചരിക്കാനാണ് പോലീസ് പാസ് സംവിധാനം. ഹോട്ട്സ്പോട്ട് മേഖലകളിലേക്ക്, ഇപ്പോഴത്തെ കണ്ടെയ്ൻമെൻറ് സോൺ, ആ മേഖലകളിലേക്ക് പോലീസ് പാസ് നൽകില്ല. എല്ലാ ദിവസവും ജില്ല വിട്ടുപോയി വരുന്നതിന് പാസ് ലഭിക്കില്ല. ജില്ലാന്തര യാത്രകൾക്ക് തടസ്സമില്ല. നേരത്തെ അതിനത് വ്യക്തമാക്കിയിട്ടുണ്ട്. താമസിക്കുന്ന പോലീസ് സ്റ്റേഷൻ അതിർത്തി എവിടെയാണോ ആ പോലീസ് സ്റ്റേഷനിൽ അപേക്ഷ കൊടുത്താൽ ആവശ്യമായ പാസ് ലഭിക്കും. സംസ്ഥാനത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകിയിട്ടുണ്ട്. എന്നാൽ പല സാധനങ്ങൾക്കും അമിത വില ഈടാക്കുന്നുണ്ട് എന്നാണ് പരാതി. നേരത്തെ കയ്യിലുള്ള സ്റ്റോക്കാണ് ഇപ്പോൾ വിൽക്കുന്നത്. ഇപ്പോൾ കുറച്ച് നാൾ വിൽപ്പന നടക്കാത്തത് കൊണ്ട് ആ നടക്കേണ്ട ഘട്ടത്തിൽ നടക്കാത്ത കാര്യത്തിൽ അപ്പോൾ കിട്ടേണ്ടിയിരുന്ന ലാഭം കൂടി ഈ വിൽപ്പനയിലൂടെ സമ്പാദിച്ച് കളയാമെന്ന് ചിന്തിക്കരുത്. ആരും അമിതവില ഈടാക്കാൻ പാടില്ല. അത് തടയാൻ നടപടിയെടുക്കും. നിർമ്മാണ പ്രവർത്തനങ്ങൾ കണ്ടെയ്ൻമെൻറ് സോണുകളിൽ മാത്രമേ ഇപ്പോൾ ആരംഭിക്കുന്നതിന് തടസ്സമുള്ളൂ. മറ്റെല്ലായിടങ്ങളിലും നേരത്തെ പ്രഖ്യാപിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരാം. മുടങ്ങിക്കിടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുണ്ട്. അത്തരം കാര്യങ്ങൾക്ക് ബന്ധപ്പെട്ട അനുവാദം നൽകണം. വീട് നിർമ്മാണമടക്കമുള്ള സ്വകാര്യ നിർമ്മാണ പ്രവർത്തനങ്ങളുണ്ട്. അതിന് ഒരു തടസ്സവുമില്ല. ഇപ്പോൾ ഒരു പരിശോധനയിൽ കാണുന്നത് 25% താഴെ മാത്രമേ അത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളൂ എന്നാണ്. അപ്പോൾ അത് അനുമതിയുടെ പ്രശ്നമാണ്. അനുമതി നൽകുന്നതിന് യാതൊരു തടസ്സവും ഇക്കാര്യത്തിലില്ല. അതിഥി തൊഴിലാളികൾ നാട്ടിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ അവരെ നാട്ടിലേക്ക് എത്തിക്കുന്നതിനുള്ള നടപടി തന്നെയാണ് ഇവിടെ തുറന്നു വരുന്നത്. എന്നാൽ എവിടെയാണോ എത്തേണ്ടത് ആ സംസ്ഥാനം കൂടി തീരുമാനിക്കുന്ന മുറക്കാണ് ഇവിടുന്ന് പോവുക. ഇതിൻ്റെ ഭാഗമായി ചില തെറ്റിദ്ധാരണകൾ ഈ വിഭാഗത്തിൻ്റെ ഇടയിൽ പരത്തി അവരെ തെരുവിലിറക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. അതിനെതിരെ ജാഗ്രത തുടരേണ്ടതായിട്ടുണ്ട്. ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചത് മുതൽ നാട്ടിൽ പോകാൻ കഴിയാതെ അഴീക്കൽ തുറമുഖത്ത് 60ഓളം അന്തർ സംസ്ഥാന മത്സ്യത്തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഇവിടുന്ന് പോകുന്നതിന് അവർക്ക് യാതൊരു തടസ്സവുമില്ല. അതിനാവശ്യമായ അനുവാദം ഇവിടുന്ന് നൽകും. പക്ഷേ പോകണമെങ്കിൽ എവിടെയാണോ അവർ പോകേണ്ടത് ആ സംസ്ഥാനം കൂടി അനുവദിക്കണം. അവരനുവദിക്കുകയാണെങ്കിൽ ഇവിടുന്ന് പോകുന്നതിന് അനുമതി കൊടുക്കാമെന്നാണ് കണ്ടിട്ടുള്ളത്. പലയിടങ്ങളിലും സ്വകാര്യ ഓഫീസുകൾ തുറക്കാത്തതിനെക്കുറിച്ച് പറയുന്നുണ്ട്. സ്വകാര്യ ഓഫീസുകൾ നിബന്ധന വെച്ച് തുറക്കാൻ അനുവദിക്കും. കണ്ടെയ്ൻമെൻറ് സോണിൽ പറ്റില്ല. അതല്ലാത്തടത്ത് നിശ്ചിത എണ്ണം ആളുകളെ വെച്ച് തുറക്കാനുള്ള അനുമതി നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. വാഹനങ്ങളുടെ കാര്യത്തിൽ
ഒറ്റ ഇരട്ട നമ്പർ നിങ്ങളെല്ലാവരും ചോദിക്കുന്ന കാര്യമാണല്ലോ. അത് നേരത്തെയുള്ള തീരുമാനം ഒഴിവാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാ നമ്പറുകളും ഓടാമെന്ന് തന്നെയാണ് കാണുന്നത്. കേരളത്തിൻ്റെ വടക്കൻ മേഖലയിൽ ചെങ്കല്ല് നിർമ്മാണ മേഖലയ്ക്ക് ആവശ്യമുള്ള കാര്യമാണ്. ഇതിൽ ചെങ്കൽ വെട്ടുന്നതിന് നിയന്ത്രണം ഈ ഘട്ടത്തിൽ ഒഴിവാക്കുകയാണ്. സംസ്ഥാനം വിട്ടുള്ള യാത്രക്ക് പുറപ്പെടുന്ന സംസ്ഥാനത്തിൻ്റെയും എത്തിച്ചേരുന്ന സംസ്ഥാനത്തിൻ്റെയും പാസ്സാണ് നിർബന്ധമായി വേണ്ടത്. അപ്പോൾ ചില കാര്യങ്ങൾ അതിനിടയിൽ വരുന്ന സംസ്ഥാനങ്ങളുണ്ടാവും. അവരുടെ പാസ് വാങ്ങൽ ഈ ആളുകൾക്ക് വിഷമായിരിക്കും. അത് അപ്രായോഗികമാണ്. അപ്പോൾ അത് കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. എവിടുന്നാണോ പുറപ്പെടുന്നത്, എവിടെയാണോ എത്തേണ്ടത്, ആ രണ്ട് സംസ്ഥാനങ്ങളും പാസ് നൽകുക. സഞ്ചരിക്കേണ്ട റൂട്ട് വേണമെങ്കിൽ അതിൽ കാണിക്കാം, അത് ആവശ്യമാണെങ്കിൽ. ഏതായാലും ഇടക്കുള്ള സംസ്ഥാനങ്ങൾ ഈ രണ്ട് പാസും ഉണ്ടായാൽ അനുവദിക്കുന്ന നിലയുണ്ടാവണം. ISROയിലെ ജീവനക്കാർ സാധാരണ സുരക്ഷാ മാനദണ്ഡങ്ങൾ അനുസരിച്ച് അവരുടേതായ സ്ഥാപനത്തിൻ്റെ ബസ്സുകളിൽ യാത്ര ചെയ്യാവുന്നതാണ്. അവരുടെ സ്വന്തം ബസ്സാണ്, അതിൽ യാത്ര ചെയ്യുന്നതിന് തടസ്സമില്ല. COVID-19 പ്രതിരോധം ശക്തിപ്പെടുത്താൻ സംസ്ഥാനത്ത് 980 ഡോക്ടർമാരെ 3 മാസ കാലയളവിലേക്ക് നിയമിക്കും. കേരളത്തിന് പുറത്തുള്ള മലയാളികൾ മടങ്ങിയെത്തുന്നതിന് മുൻപ് ചികിത്സാരംഗം കൂടുതൽ ശക്തിപ്പെടുത്താനാണിത്. മാത്രമല്ല, മഴക്കാലം കൂടി വരികയാണ്. അപ്പോൾ നിരവധി പേർക്ക് ഒരേ സമയം ചികിത്സ നൽകേണ്ട സാഹചര്യം വന്നേക്കാം. നിരീക്ഷണത്തിൽ കഴിയുന്നവർക്ക് കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതുമുണ്ട്. അപ്പോൾ അതിനെല്ലാം ആശുപത്രികളെ ശക്തിപ്പെടുത്തണം. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങളിലും താൽക്കാലിക നിയമനം ഇതിൻ്റെ ഭാഗമായാണ് നടത്തുന്നത്. നമ്മുടെ ആരോഗ്യ സംവിധാനത്തിൻ്റെ മികവിൽ സ്വകാര്യ ആശുപത്രികൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ഇന്ന് ആരോഗ്യ മേഖലയാകെ കേന്ദ്രീകരിച്ചിട്ടുള്ളത് കോവിഡ് പ്രതിരോധത്തിലാണ്. ഇനിയുള്ള ദിവസങ്ങൾ കൂടുതൽ വലിയ വെല്ലുവിളികളാണ് നമുക്ക് ഏറ്റെടുക്കാനുള്ളത്. അതിൽ സ്വകാര്യ ആശുപത്രികളുടെയും ആ മേഖലയിലുള്ളവരുടെയും സഹകരണം ഏറ്റവും പ്രധാനമാണ്. ഇന്ന് സ്വകാര്യ മേഖലയിലെ ആശുപത്രി മാനേജ്മെൻറ്റുകളുമായി ഒരു വീഡിയോ കോൺഫറൻസ് നടത്തുകയുണ്ടായി. ഇതിനുള്ള പദ്ധതിയാണ് അതിൽ ചർച്ച ചെയ്തത്. രാജ്യത്തിന് പുറത്തുനിന്നും അകത്തുനിന്നും മലയാളികൾ വരികയാണ്. രോഗപ്രതിരോധത്തിന് കൂടുതൽ സൗകര്യം വേണ്ടിവരും. സർക്കാർ മേഖലയും സ്വകാര്യ മേഖലയും ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കേണ്ട ഘട്ടമാണിത്. നേരത്തെ തന്നെ പല സ്വകാര്യ ആശുപത്രികളും അവരുടെ സൗകര്യം പൊതുകാര്യത്തിനായി വിട്ടു നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ സർക്കാർ സ്വകാര്യ മേഖലകളിലെ ഡോക്ടർമാർ ഒരുമിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്ന രീതി വരണം. ശരിയായ ഏകോപനത്തോടെ വികേന്ദ്രീകൃത രീതിയിലാണ് ഇക്കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. ഇതിന് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ തന്നെ മോണിറ്ററിംഗ് സംവിധാനം വേണം.
ഡോക്ടർമാർ, നഴ്സുമാർ, പാരാമെഡിക്കൽ സ്റ്റാഫ് എല്ലാം ചേർന്നുള്ളൊരു സംയുക്ത നീക്കമാണ് ഉദ്ദേശിക്കുന്നത്. പ്രായമായവർ, മറ്റ് വിവിധ രോഗങ്ങൾ ബാധിച്ചവർ, വിദേശത്തു നിന്നും രാജ്യത്ത് സംസ്ഥാനത്തിന് പുറത്തു നിന്നും വന്നവർ, ഇങ്ങനെയുള്ളവരുമായൊക്കെ ഡോക്ടർമാർക്ക് സംവദിക്കാൻ ടെലിമെഡിസിൻ സംവിധാനം ഉറപ്പുവരുത്തും. ഈ സംവിധാനത്തിലേക്ക് വരാൻ തയ്യാറാകുന്ന ഡോക്ടർമാരുടെ ലിസ്റ്റ് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ തയ്യാറായിരിക്കും. നേരത്തെ പറഞ്ഞതാണ്, രോഗിയെ ഡോക്ടർക്ക് കാണണമെങ്കിൽ അതിനുള്ള സംവിധാനവും ഏർപ്പെടുത്തും. വികേന്ദ്രീകൃതമായ ഈ സംവിധാനം ഫലപ്രദമാക്കാൻ സ്വകാര്യ ആശുപത്രികളുടെ സഹകരണം അഭ്യർത്ഥിച്ചു. ആവശ്യമായ കിറ്റ്, മരുന്ന്, ജീവനക്കാർക്കുള്ള പരിശീലനം സ്വകാര്യ ആശുപത്രികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സർക്കാരും ആ നിലക്കാണ് ചിന്തിക്കുന്നത്. PPE കിറ്റ്, മാസ്ക് ഇവയൊക്കെ കേരളത്തിൽ തന്നെ നിർമ്മിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കാനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഓരോ ആശുപത്രിയും രോഗികളുടെ പരിശോധന, കാത്തിരിപ്പ്, രോഗീ പരിപാലനം ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ പ്രോട്ടോക്കോൾ ഉറപ്പാക്കണം. ജീവനക്കാരുടെ പരിശീലനവും ഉറപ്പാക്കണം. എല്ലാ ചികിത്സാ രീതികളും മിതമായ നിരക്കിൽ ഏകീകരിക്കണം. അടുത്ത 3-4 മാസത്തെ നിലവെച്ച് പ്രതീക്ഷിക്കാവുന്ന അധിക ചികിത്സാഭാരം വെച്ച് PPE കിറ്റ്, N95 മാസ്ക്, ഓക്സിജൻ സിലിണ്ടർ, മറ്റ് മെഡിക്കൽ ഉപകരണങ്ങൾ തുടങ്ങിയവ പരമാവധി കരുതി വെക്കണം. സർക്കാരിൻ്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ സഹകരണമുണ്ടെന്നും ഒപ്പമുണ്ടെന്നും സ്വകാര്യ ആശുപത്രി അധികൃതരെല്ലാം അറിയിക്കുകയുണ്ടായി. ഈ ഘട്ടത്തിൽ ലഭിച്ച ചില സഹായങ്ങൾ പാരിപ്പള്ളി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ കോവിഡ് ചികിത്സയ്ക്ക് വേണ്ടി KMML 50 ലക്ഷം രൂപ സഹായം കൈമാറി. അവർ നേരത്തെ 2 കോടി രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുകയും ചെയ്തിരുന്നു. ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ ആരോഗ്യ പ്രവർത്തകർക്ക് 1000 PPE കിറ്റിന് 5 ലക്ഷം രൂപ, സ്കൂൾ കുട്ടികൾക്ക് 1 ലക്ഷം മാസ്ക്, ഹാപ്പി കിഡ്സ് അപ്പാരൽസ് പ്രസവ ആവശ്യങ്ങൾക്കായി വരുന്ന സംസ്ഥാനത്തെ 700 അമ്മമാർക്കും കുട്ടികൾക്കും വേണ്ട മാസ്ക്, ബേബി ടവൽ ഇവയെല്ലാം വിതരണം ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കണ്ണൂർ ജില്ലാ ലൈബ്രറി കൗൺസിൽ 500ഓളം ലൈബ്രറികളിൽ ലോക്ക്ഡൗൺ ഫെസ്റ്റ് നടത്തുന്നു. ലൈബ്രറി കൗൺസിൽ 1 ലക്ഷം മാസ്ക് വിതരണം ചെയ്യുന്നു. കേരളത്തിലെ IT ജീവനക്കാരുടെ ക്ഷേമ സംഘടന പ്രോഗ്രസീവ് ടെക്കീസ് 70 PPE കിറ്റുകളും മറ്റ് സുരക്ഷാ ഉപകരണങ്ങളും കൈമാറി. സിനിമാ താരം ബിനു മോഹൻ, ഭാര്യ വിന്ധ്യ, തെരുവോരം മുരുകൻ ഇവരുടെ നേതൃത്വത്തിൽ ആലപ്പുഴ മേഖലയിൽ തെരുവിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരെ കണ്ടെത്തി ദേഹം വൃത്തിയാക്കി ഭക്ഷണം നൽകി. ദാറുൽ ഹിദായ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള മട്ടന്നൂരിലെ ഉളിയിലെ സ്ഥാപനം
ക്വാറന്റൈൻ ആവശ്യങ്ങൾക്ക് വിട്ടു നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. തൊടുപുഴ ധന്വന്തരി വൈദ്യശാല ഗ്രൂപ്പ്, തൃശൂർ ട്രാവൽ ഫോർ ഹെൽത്ത്, തൃശൂർ ഐവാസ് ബിസിനറി സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് ഇവർ സംയുക്തമായി കേരള പോലീസിന് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിനുള്ള 25,000 ആയുർവേദ കിറ്റുകൾ സൗജന്യമായി നൽകും. ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയവരാണ് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ഒരു മാസത്തെ പെൻഷൻ തുക 39,000 രൂപ. മിസോറാം ഗവർണർ PS ശ്രീധരൻപിള്ള 2 ലക്ഷം രൂപ. CPIM സംസ്ഥാന സെക്രട്ടറിയായിരുന്ന ചടയം ഗോവിന്ദൻ്റെ ഭാര്യ ദേവകി ഒരു മാസത്തെ പെൻഷൻ തുക, കൊച്ചുമക്കളായ അഭിജ, ആരുണി 5,002 രൂപ. എളമരം കരീം MP 82,000 രൂപ. മുൻ മന്ത്രി PK ശ്രീമതി 1,50,000 രൂപ. മുൻ MP NN കൃഷ്ണദാസ് പെൻഷൻ തുക 41,000 രൂപ. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം K വരദരാജൻ 1,15 ലക്ഷം രൂപ. ഗുരുവായൂർ ദേവസ്വം 5 കോടി. തൃശൂർ ചേലക്കര നിയോജക മണ്ഡലത്തിലെ സഹകരണ സംഘങ്ങൾ ചേർന്ന് 56,45,120 രൂപ. മലപ്പുറം കവന്നൂർ പഞ്ചായത്ത് 50 ലക്ഷം. ആലപ്പുഴ പുല്ലുകുളങ്ങര സർവീസ് സഹകരണ ബാങ്ക് 36,74,000. പയ്യോളി അർബൻ സഹകരണ ബാങ്ക് 34,79,564. പ്രവാസിയായിരുന്ന ദിനേശൻ ദിവാകരൻ ആലപ്പുഴയിൽ തൻ്റെ പേരിലുള്ള വീടുൾപ്പെടെയുള്ള 11 സെന്റ് സ്ഥലം ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. കരകുളം ഗ്രാമപഞ്ചായത്ത് 30 ലക്ഷം രൂപ. പയ്യന്നൂർ സർവീസ് സഹകരണ ബാങ്ക് 22,17,000 രൂപ. പിണറായി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് 20,25,000 രൂപ. കരിവള്ളൂർ സർവീസ് സഹകരണ ബാങ്ക് 18,62,61 രൂപ. പുലാമന്തോൾ സർവീസ് സഹകരണ ബാങ്ക് 16,56,500 രൂപ. കറുകച്ചാൽ ഗ്രാമപഞ്ചായത്ത് 15 ലക്ഷം. നീലേശ്വരം കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് 10,61,914. ആന്തൂർ നഗരസഭ 10 ലക്ഷം. ഭാരതീയ വിദ്യാഭവൻ കൊച്ചി 10 ലക്ഷം. കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത് 10 ലക്ഷം. അച്ചു ദോഹ കോട്ടക്കൽ 10 ലക്ഷം. കോട്ടയം മലബാർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് 9,50,303 രൂപ. ക്വാളിറ്റി കറി പൗഡർ ചേർത്തല 9,12,870 രൂപ. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് എംപ്ലോയീസ് സഹകരണ സംഘം 8,65,949 രൂപ. കുറുവമ്പലം സർവീസ് സഹകരണ ബാങ്ക് 8,45,561 രൂപ. പിക്കോസ് പിണറായി 6 ലക്ഷം രൂപ. കുന്നിരിക്ക സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് 5,885 രൂപ. വേങ്ങാട് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് 5,51,300 രൂപ. ഓൾ ഇന്ത്യ അസോസിയേഷൻ ഓഫ് സെൻട്രൽ എക്സൈസ് ഗസ്റ്റഡ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് കേരള യൂണിറ്റ് 5 ലക്ഷം രൂപ. എരുവെട്ടി വനിതാ ബാങ്ക് 1,15,000 രൂപ. പിണറായി ക്ഷീരസംഘം 1 ലക്ഷം രൂപ. കോട്ടയം വനിതാ ബാങ്ക് 30,000 രൂപ. ചിറക്കുനി വനിതാ ബാങ്ക് 65,000 രൂപ. പാതിരിയാട് വനിതാ ബാങ്ക് 63,300 രൂപ. ISRO പെൻഷനേഴ്സ് അസോസിയേഷൻ ആദ്യ ഗഡു 5 ലക്ഷം രൂപ. കേരള പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി 5 ലക്ഷം രൂപ. കാർഡിയോളജിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ കേരള ഘടകം 5 ലക്ഷം. ഓൾ ഇന്ത്യ അസോസിയേഷൻ ഓഫ് സെൻട്രൽ എക്സൈസ് ഗസ്റ്റഡ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് കേരള യൂണിറ്റ് 5 ലക്ഷം. ഓൾ ഇന്ത്യ പോസ്റ്റ് ലാൻഡ് RMS പെൻഷനേഴ്സ് അസോസിയേഷൻ 5 ലക്ഷം. കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പെൻഷനേഴ്സ് അസോസിയേഷൻ 5 ലക്ഷം. ഹൈഡ്രൽ ടൂറിസം ജീവനക്കാർ 5 ലക്ഷം. അഖില ഭാരത അയ്യപ്പ സേവാ സംഘം 5 ലക്ഷം. ശബരിമല മേൽശാന്തി AK സുധീർ നമ്പൂതിരി 10,000. ലെൻസ്ഫെഡ് 5 ലക്ഷം.
കമ്മ്യൂണിറ്റി കിച്ചണിലേക്ക് ഏകദേശം 10 ലക്ഷം രൂപയുടെ അവശ്യ സാധനങ്ങളും ഇവർ വിതരണം ചെയ്തിരുന്നു. പ്രവാസികളായ മാണിയക്കൽ പോൾ തോമസും മിനി തോമസും 4 ലക്ഷം. സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ 2,40,000. കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ടി.കെ. നാരായണൻ 2,02,532 രൂപ. പ്രശസ്ത നർത്തകൻ ഡോക്ടർ വേണുഗോപാൽ 2 ലക്ഷം. തൃപ്പൂണിത്തുറ സ്വദേശി ജയദേവൻ 2 ലക്ഷം. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ 2 ലക്ഷം. വട്ടിയൂർക്കാവ് സരസ്വതി വിദ്യാലയം ചെയർമാൻ ഡോക്ടർ ജി രാജ്മോഹൻ 2 ലക്ഷം. ഓൾ ഇന്ത്യ റിസർവ് ബാങ്കേഴ്സ് അസോസിയേഷൻ തിരുവനന്തപുരം യൂണിറ്റ് 2 ലക്ഷം. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ സത്യൻ ജി 2 ലക്ഷം. തൃശൂർ കാരമുക്ക് ചിദംബര ക്ഷേത്രം 2 ലക്ഷം. ഉസ്മാൻ ഹാജി ഷെയ്ഖ് ഗ്രൂപ്പ് ഓഫ് കമ്പനി ട്രിഡന്റ് ആർക്കേഡ് കൽപ്പറ്റ 2 ലക്ഷം. ആലുവ കടുങ്ങല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് 1,65,000. ഇടപ്പയിൽ ഫോറിങ്സ് 1 ലക്ഷം. കെൽട്രോണിൽ നിന്ന് വിരമിച്ച ജീവനക്കാർ 1,51,515 രൂപ. പ്രവാസി വാട്സപ്പ് കൂട്ടായ്മ ചങ്ങരംകുളം 1,30,500. കോഴിക്കോട് ഇക്ര ഹോസ്പിറ്റൽ സ്റ്റാഫ് റിക്രിയേഷൻ ക്ലബ്ബ് 1,04,100. കരുളായി ഉള്ളിയിൽ ഗവൺമെന്റ് UP സ്കൂൾ അധ്യാപകൻ ടി.കെ. ശ്രീകുമാറും ഭാര്യ കരുളായി KM ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ലാജിയും 1,20,000 രൂപ. KV നാരായണമാരാർ പള്ളിക്കുന്ന് 1 മാസത്തെ പെൻഷൻ തുകയ്ക്ക് പുറമെ 1 ലക്ഷം രൂപ. റീജിയണൽ ക്യാൻസർ സെന്ററിലെ സർജറി വിഭാഗത്തിലെ അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ K. ചന്ദ്രമോഹൻ, ഭാര്യ ദേവി മോഹൻ എന്നിവർ ചേർന്ന് 1 ലക്ഷം. സർവീസ് പെൻഷനറായ പട്ടത്താനം നഗർ 71 പ്രൊഫസർ S. ഷാനവാസ് 1 ലക്ഷം. മുൻ ലേബർ കമ്മീഷണറും തിരുവനന്തപുരം ജില്ലാ കലക്ടറുമായ റിട്ടയേർഡ് IAS ഓഫീസർ S. ശ്രീനിവാസൻ 1 ലക്ഷം. തൃശൂർ പരിങ്ങോട്ടുകര കാനാടിക്കാവ് മഠാധിപതി വിഷ്ണു ഭാരതീയ സ്വാമി 1 ലക്ഷം. പാറ്റൂർ സെന്റ് ഇഗ്നേഷ്യസ് കനാനായ സിറിയൻ ചർച്ച് 1 ലക്ഷം. ഐക്യമല അരിയ മഹാസഭ 1 ലക്ഷം. എറണാകുളം വിവേക ചന്ദ്രിക സഭ 1 ലക്ഷം. VVS ഫ്രഷ് ആൻഡ് ഫൈൻ ഔട്ട്ലെറ്റ് ഡയറക്ടർ ഷാബു 1,01,000 രൂപ. പൊതുമരാമത്ത് വകുപ്പിൽ നിന്ന് വിരമിച്ച C. രാമചന്ദ്രൻ, പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് വിരമിച്ച ഭാര്യ KN പൊന്നമ്മ എന്നിവർ ചേർന്ന് 1 ലക്ഷം രൂപ. ചേർത്തല എഴുപുന്ന ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റായിരുന്ന അന്തരിച്ച KS ദാനജയന്റെ ഭാര്യ സതി ദാനജയൻ 1 ലക്ഷം രൂപ. 3 സ്റ്റാർ ക്രിയേഷൻ ആലുവ എറണാകുളം 1 ലക്ഷം. AMA ഓയിൽ മിൽ പെരുമ്പാവൂർ 1 ലക്ഷം. പെരിന്തൽമണ്ണ കണ്ണാന്തൊടി മൈതൂട്ടി സക്കാത്ത് 1,05,000 രൂപ. പുഷ്പ ബാബു റസൽ ഒമാൻ 1 ലക്ഷം. മലപ്പുറം മങ്കട സ്വാശ്രയ കർഷക സമിതി 1,01,000. മാറാക്കര CV അബ്ദുൽ കരീം ഹാജി 1 ലക്ഷം. പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി അംഗം KP സോമരാജൻ IPS 1 മാസത്തെ ശമ്പളം. പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി 1,35,500. വിഴിഞ്ഞം സബ് ട്രഷറിയിൽ നിന്നും വിരമിച്ച G. രാജൻ 1 ലക്ഷം. വെള്ളിയൂർ ക്യാപ്റ്റൻ ലക്ഷ്മി ചാരിറ്റബിൾ ട്രസ്റ്റ് 1 ലക്ഷം. കോട്ടയം ഇലക്കാട് സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ പോൾ ചാലവീട്ടിൽ ജീസസ് ഫാൻസ് ട്രസ്റ്റ് ചെയർമാൻ ബിജു പാലായിൽ എന്നിവരുടെ നേതൃത്വത്തിൽ സമാഹരിച്ചത് 1 ലക്ഷം. മസ്കറ്റ് സലാലയിൽ ജോലി ചെയ്യുന്ന കൂടാളിയിലെ MB ഷംസുദ്ദീൻ 1 ലക്ഷം. സമഗ്ര ശിക്ഷ കണ്ണൂർ ജില്ലാ പ്രോജക്ട് കോർഡിനേറ്റർ TP വേണുഗോപാലിന് 1 ലക്ഷം. കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ 1,50,000 രൂപ. ഒപ്പരം യൂറോപ്പിലെ മാൾട്ട യുവധാര സാംസ്കാരിക വേദി 1 ലക്ഷം. കേപ്പ് ഡയറക്ടർ R. ശശികുമാർ 1,414 രൂപ. ഏജീസ് ഓഫീസ് ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് അസോസിയേഷൻ കൺവീനർ R. കൃഷ്ണകുമാർ 1 ലക്ഷം. അദ്ദേഹത്തിന്റെ ഭാര്യ കേരള കോഓപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ ജീന ജോസ് 75,000 രൂപ. മകൾ അശ്വതി കൃഷ്ണകുമാർ സ്വന്തം പെയിന്റിംഗ് വിറ്റ് കിട്ടിയ 5,000 രൂപ. തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് എംപ്ലോയീസ് സഹകരണ സംഘം 1,49,543. തൃശൂർ മൂർക്കാനിക്കര TR ഗോവിന്ദൻകുട്ടി ഫൗണ്ടേഷൻ 1,11,111. കേരള ഗവൺമെന്റ് ഡെന്റൽ ഓഫീസേഴ്സ് ഫോറം 1 ലക്ഷം. കണ്ടോത്ത് ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രം 1 ലക്ഷം. നെന്മാറ തേവർമണി തെക്കേത്തറ വീട്ടിൽ മാധവിയമ്മ 1 സ്വർണ്ണവള. മലപ്പുറം മങ്കട സ്വാശ്രയ കർഷക സമിതി 1,00,000 രൂപ. കൊട്ടാരക്കരയിലെ ഹോട്ടൽ ഉടമ വിജയൻ 1 ലക്ഷം. കോട്ടയം ചങ്ങനാശ്ശേരിയിലെ ബിസ്മി ലോട്ടറി ഏജൻസി ഉടമ TA ബൈജു പണം കൊടുത്ത് ജനങ്ങളിൽ നിന്ന് വാങ്ങിയ 1 ലക്ഷം രൂപയുടെ സമ്മാനാർഹമായ ലോട്ടറി ടിക്കറ്റുകൾ. K. ചന്ദ്രശേഖര ബാബു റിട്ടയേർഡ് IAS 50,000 രൂപ. ഇനി കുട്ടികളുടെ
സംഭാവനയുണ്ട്. കുട്ടികളുടെ പേര് പറയാതിരുന്നാലൊരു മോശമാണല്ലോ. മഞ്ചേരി 7ാം ക്ലാസ് വിദ്യാർത്ഥിനി അനാമിക തൻ്റെ കമ്മൽ ദുരിതാശ്വാസ നിധിയിലേക്ക്. കൊട്ടാരക്കര ഭവാനി കലാവേദിയിലെ കുട്ടികൾ 15,001. അബുദാബി ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥിനികളായ ഗായത്രി സലീഷ്, ഹിരണ്യ സലീഷ് 10,000. മലപ്പുറം തിരൂരങ്ങാടിയിലെ മിഷാൽ മുഹമ്മദ് ഭിന്നശേഷി പെൻഷനിൽ നിന്നും 10,000. പാലാ അന്തിനാട് ആകാശ് കൃഷ്ണ, ആര്യൻ കൃഷ്ണ, അക്ഷര 10,000. വട്ടിയൂർക്കാവ് സരസ്വതി വിദ്യാലയത്തിലെ വിദ്യാർത്ഥി കാരുണ്യ കൂട്ടായ്മ പ്രതിമാസം 10,000 രൂപ വീതം ഈ അധ്യയന വർഷം മുഴുവൻ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആദ്യ ഗഡു കൈമാറി. പോത്തങ്കോട് കുളപ്പാറ ഐശ്വര്യയിൽ ദക്ഷിണ VS ലാലും വിഷ്ണു VS ലാലും 9,250. കാസർഗോഡ് അജാനൂർ ഫഫ മറിയം 6,000. വെള്ളായണി കുഴിവിള ഗൗരീശങ്കരത്തിൽ ആദിത്യൻ അനന്തിക 6,004 രൂപ. കണിച്ചുകുളങ്ങര VNSS SN ട്രസ്റ്റ് സെൻട്രൽ സ്കൂൾ ദേവനാരായണൻ ദേവശ്രീ സുരേഷ് 5,500. വലപ്പാട് ഭാരതീയ വിദ്യാഭവൻ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനി നതാഷ പത്മ 8,200. കരുനാഗപ്പള്ളി ഇടക്കുളങ്ങര അശ്വതിയിൽ ശ്രീനിഷ 5,000. പയ്യന്നൂർ കണ്ടോത്ത് സിവിൽ പോലീസ് ഓഫീസറായിരുന്ന മൈച്ച രവീന്ദ്രന്റെ മക്കൾ അമൽ അനൽ 5,000. പിണറായിലെ ഷഹിൻഷാ സ്കോളർഷിപ്പ് തുക 4,000 രൂപ. നീർക്കുന്നം SDV ഗവൺമെന്റ് UP സ്കൂൾ ലഹരിവിരുദ്ധ കൂട്ടായ്മ തണൽ 3,945. സനികദേവ് കോഴിക്കോട് പ്രസന്റേഷൻ 3,000 രൂപ. മുംബൈയിൽ താമസിക്കുന്ന മലയാളി 8ാം ക്ലാസ്സുകാരി പ്രിയാഞ്ചി B ഷാ 3,001 രൂപ. തൃശൂർ ചാഴൂരിലെ ചുള്ളിപ്പറമ്പിൽ സജീവൻ മകൻ സൗരവ് 2 മാസത്തെ ഭിന്നശേഷി പെൻഷൻ. രാമന്തളി ബെഡ്സ് സ്കൂൾ വിദ്യാർത്ഥി ഹരികൃഷ്ണൻ 1,500 രൂപ. കാഞ്ഞിരപ്പള്ളി എടകുന്നം മേരി മാതാ പബ്ലിക് സ്കൂൾ 2ാം ക്ലാസ് വിദ്യാർത്ഥി ശ്രീദേവ് S ചാലിൽ 1,030 രൂപ. അലിന റോബർട്ട് വഴുതക്കാട് കാർമൽ ഗേൾസ് HSS 500 രൂപ. തമന്ന നസീർ ശ്രീകാര്യ 478. അരുണാചൽ പ്രദേശിൽ താമസിക്കുന്ന മലയാളികൾ ഹേമന്ത് കൃതാർത്ഥ 430. പുതുപ്പള്ളി എറിയാട് ഗവൺമെന്റ് UP സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിനി എലിസബത്ത് സൂസൻ സുനിൽ 2,002. കുമാരി ആർദ്ര പരിയാരം 3,000. പ്രാർത്ഥന പ്രമോദ് ചെങ്ങന്നൂർ 2,500. പള്ളിക്കര കല്ലിങ്കാലിൽ മറിയം ഷിഹാന സഹോദരൻ മുഹമ്മദ് KC 2,000 രൂപ. തിരുവനന്തപുരം ചാല KK മാർക്കറ്റ് റോഡിന് സമീപം സുഹ ഫാത്തിമ 1,100 രൂപ. മീര മിലാൻ അജിത്ത് 60,000 രൂപ. അങ്ങനെ വലിയൊരു ലിസ്റ്റാണ്. ഈ കുട്ടികളാകുമ്പോൾ വായിക്കാതിരുന്നാലൊരു മോശമാണല്ലോ. അപ്പോൾ സമയം കുറച്ചായി എന്ന് മാത്രം. ഇത്രയാണ് ഇന്ന് പറയാനുള്ളത്. ഒരു ചോദ്യം ഒന്നും കൂടെ ഉണ്ട്. ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് ഈ അതിഥി തൊഴിലാളികളുടെ മടക്കത്തിന് അനുമതി നൽകാതെ? അവിടെ നിന്നും കൂടെ ഒരു പോസിറ്റീവ് സമീപനം വേണമല്ലോ. അത് തയ്യാറാത്ത സംസ്ഥാനങ്ങൾ ഏതെന്നും കൂടി പറയാമല്ലോ. ഇതിൽ ആദ്യത്തെ ചോദ്യത്തിൽ ക്വാറന്റൈൻ സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമാണ്. സംസ്ഥാനത്തിന്റെ വകയായിരിക്കും എല്ലാ ചെലവും വഹിക്കുന്നത്. അതിന് യാതൊരു ശങ്കയില്ല. മറ്റത് വിവിധ സംസ്ഥാനങ്ങളിലേക്ക് പോകാൻ ഇപ്പോൾ സന്നദ്ധമായിട്ടുണ്ട്. ചില ക്രമീകരണങ്ങളാണത്. അവരുടെ കൂടി സമ്മതത്തോടു കൂടി അയക്കും. അപ്പോൾ സമ്മതം തരാത്തവർ ഇന്നത് എന്നിപ്പോൾ പറയാൻ ഞാൻ തയ്യാറാകുന്നില്ല. നേരത്തെ നോർക്ക വഴി പേരുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു വിദേശത്തു നിന്ന് വരുന്ന മലയാളികളുടെ കാര്യത്തിൽ. പക്ഷെ ഇപ്പോൾ എംബസികൾ ആ ലിസ്റ്റിലുള്ള പേരനുസരിച്ചല്ല. ചിലർക്കാണെങ്കിൽ താല്പര്യമില്ലാത്തവരെ പോലും അങ്ങോട്ട് വിളിച്ചു ചോദിക്കുകയാണ്, നിങ്ങൾക്ക് നാട്ടിലേക്ക് പോകാൻ താല്പര്യമുണ്ടോ എന്നുള്ളതിലേക്ക്. പലരും ഫോൺ കിട്ടുമ്പോഴാണ് ഇത് അറിയുന്നത്. അത് ഒരു കാര്യം. രണ്ട്, ഈ പല അവിടുത്തെ മലയാളികൾ നേരിടുന്ന ഒരു പ്രശ്നം, മാസങ്ങളായി ജോലിയില്ലാത്ത തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഈ ഉയർന്ന തുകയ്ക്ക് നാട്ടിലേക്ക് എത്തുക എന്നുള്ളത് എന്തെങ്കിലും തരത്തിൽ ടിക്കറ്റ് നിരക്കിൽ ഇളവ് അനുവദിക്കുന്നതിന് കേന്ദ്രത്തോട് ആവശ്യപ്പെടുമോ? കേന്ദ്ര ഗവൺമെന്റാണ് ഇപ്പോൾ നിരക്ക് നിശ്ചയിക്കുക. ആ നിരക്ക് വല്ലാത്ത നിരക്കായിരിക്കില്ല എന്നാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള സൂചന. ഒരു ചെറിയ തോതിലുള്ള ഈ പ്രശ്നങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള നിരക്കായിരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. മടങ്ങി വരാൻ വേണ്ടി 15,000 രൂപയാണ് എയർ ഇന്ത്യ ടിക്കറ്റ് നിരക്കായിട്ട് പ്രവാസികളെ അറിയിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇത് പലർക്കും, പ്രത്യേകിച്ച് ശമ്പളം ഇല്ലാതെ നിൽക്കുന്നവർക്കും തൊഴിലാളികൾക്കും താങ്ങാൻ പറ്റുന്നതിനപ്പുറമാണ്. അപ്പോൾ ഇത് ബുദ്ധിമുട്ടുള്ളവർക്കെങ്കിലും ഈ തുക ഒഴിവാക്കി കൊടുക്കുന്ന കാര്യം സംസ്ഥാനം കേന്ദ്രത്തോട് ആവശ്യപ്പെടുമോ? കേന്ദ്ര ഗവൺമെന്റ് പൂർണ്ണമായിട്ട് ഒഴിവാക്കി കൊടുക്കുന്ന സാഹചര്യം നല്ലത് തന്നെയാണ്. ഇത്തരം ആളുകൾക്ക്, വരുമാനമില്ലാത്തവർ, കുറച്ച് നാളായിട്ട് വരുമാനമില്ലാത്തവർ, പിന്നെ ലേബർ ക്യാമ്പിൽ തൊഴിൽ നഷ്ടപ്പെട്ടിരിക്കുന്നവർ, അങ്ങനെയുള്ളവർക്ക് സ്വാഭാവികമായിട്ടും ഇത് പ്രയാസങ്ങൾ ഉണ്ടാക്കും. അത് സ്വാഭാവികമായും കേന്ദ്ര സർക്കാർ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അത് നേരത്തെ തന്നെ സർക്കാർ ആ പ്രശ്നങ്ങൾ ഉന്നയിച്ചിട്ടുമുണ്ട്. വരുന്ന ആൾക്കാരെല്ലാം നമ്മൾ ക്വാറന്റൈൻ ചെയ്യാൻ വേണ്ടി തീരുമാനമെടുത്തിട്ടുണ്ട്.
നമ്മൾ നേരത്തെ ഇറക്കിയ ഒരു മാർഗനിർദ്ദേശ പ്രകാരമാണെങ്കിൽ ഈ വരുന്നവർ ആവശ്യപ്പെടുന്നെങ്കിൽ സ്വന്തം നിലയ്ക്ക് ഹോട്ടലിലും റിസോർട്ടിലെല്ലാം അവർക്ക് ക്വാറന്റൈൻ സംവിധാനം ഒരുക്കുന്നതിന് നേരത്തെ ഒരു മാർഗനിർദ്ദേശം ഇറക്കിയിരുന്നു. ആ തീരുമാനത്തിൽ ഇപ്പോഴും മാറ്റമുണ്ടോ? ആ തീരുമാനം അങ്ങനെ തന്നെയാണോ? ഇപ്പോൾ മാറ്റമുണ്ട്. അതായത് നേരത്തെ ഉള്ള നില അവിടെ ഒരു പരിശോധന നടത്തി രോഗമില്ലാത്തവരെയാണ് ഈ ഫ്ലൈറ്റുകളിൽ കൊണ്ടുവരുന്നത്. ഇപ്പോൾ അങ്ങനൊരു പരിശോധനയുടെ ഭാഗമല്ലാതെ വരുമ്പോൾ എല്ലാവരും വരും. അപ്പോൾ എല്ലാവരും വരുമ്പോൾ നമ്മളെല്ലാവരെയും രോഗബാധിതരാണോ എന്ന് പരിശോധിക്കാൻ നിർബന്ധിതരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടേതായ സ്വതന്ത്രമായ സ്ഥലത്ത് പോയി താമസിക്കാൻ പറ്റില്ല. ഈ 7 ദിവസം ക്വാറന്റൈൻ ഏർപ്പെടുന്നത് സർക്കാർ സംവിധാനം തന്നെയാണ്. അവിടെ തന്നെ അവർ താമസിച്ചിരിക്കണം. പ്രത്യേകമായ അവരുടേതായ ക്വാറന്റൈൻ സംവിധാനം പറ്റില്ല. മറ്റത് വീടുകളിൽ കഴിയുന്നത്, വീട്ടിൽ ക്വാറന്റൈൻ, അവർ രോഗലക്ഷണമൊന്നുമില്ല എന്നാൽ വീട്ടിൽ കഴിയണം. അത്തരം ആളുകൾ ഒരു ഹോട്ടലിൽ താമസിക്കണമെങ്കിൽ ഹോട്ടലിൽ താമസിക്കാമെന്നായിരുന്നു നമ്മൾ പറഞ്ഞത്. അതിപ്പോൾ പറ്റില്ല. ഈ ക്വാറന്റൈനിൽ തന്നെ താമസിക്കണം. കേൾക്കുന്നില്ല. ഹലോ സിഎം, ഇപ്പൊ ഒരുപാട് പൈസ കൊടുത്ത കണക്കെല്ലാം പറഞ്ഞല്ലോ. ഈ വിവിധ DCC അധ്യക്ഷന്മാര് 10 ലക്ഷം രൂപയുടെ ചെക്കുമായിട്ട് കളക്ടറേറ്റുകൾ കയറി നടക്കുക. പക്ഷെ പൈസ കളക്ടർമാര് വാങ്ങിക്കുന്നതെന്നാണ് അവര് പരാതി. അവരടുത്ത് പൈസ ഇല്ലാന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അത് ഇവിടെ സംസ്ഥാന ഗവൺമെന്റ് ആരുടെയും പൈസ കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സംസ്ഥാന ഗവൺമെന്റ് ഇതുമായി ബന്ധപ്പെട്ടൊരു പൈസ ആരിൽ നിന്നും വാങ്ങാനും തയ്യാറാകുന്നില്ല. ഈ കാര്യങ്ങളെല്ലാം കേന്ദ്ര ഗവൺമെന്റാണ് നിർവഹിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റിന്റെ ബാധ്യതയിൽപ്പെട്ടതാണ്. അതുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് അതിലൊരു കക്ഷിയായി ചേരാനില്ല. അവരെ കയ്യിലുള്ള പൈസ അവരെ കയ്യിൽ തന്നെ നിൽക്കട്ടെ. സംസ്ഥാന ഗവൺമെന്റ് ഇപ്പോൾ വാങ്ങാൻ സന്നദ്ധമല്ല. എങ്ങനെ? എന്റെ വ്യക്തിപരമായ പ്രശ്നമല്ലല്ലോ. വ്യക്തിപരമായ പ്രശ്നം വരുമ്പോഴാണല്ലോ അഭിമാനത്തിന്റെയും ദുരഭിമാനത്തിന്റെയും ഒക്കെ പ്രശ്നം വരുന്നത്. അത് വ്യക്തിപരമായ അഭിമാനം എല്ലാവർക്കും ഉണ്ടാകുന്നത് നല്ലതാണ്. ആ പറഞ്ഞവരോട് എനിക്ക് അതേ പറയാനുള്ളൂ. നാടിതൊക്കെ കാണുന്നില്ലേ, കേൾക്കുകയും ചെയ്തില്ലേ? നമ്മുടെ ഈ വിദേശത്ത് നിന്ന് വരുന്ന ആളുകളുടെ ഈ രോഗപരിശോധന കാര്യത്തിൽ കത്തയച്ചല്ലാതെ നമ്മുടെ ചീഫ് സെക്രട്ടറി, ക്യാബിനറ്റ് സെക്രട്ടറികളോ സംസാരിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ വീഡിയോ കോൺഫറൻസിങ്ങിലോ അത്തരത്തിൽ എന്തെങ്കിലും ആശയവിനിമയം നടന്നിട്ടുണ്ടോ? കാരണം ഇമ്മീഡിയറ്റ് ആയിട്ടൊരു റെസ്പോൺസ് വേണ്ട കാര്യമാണല്ലോ. നേരത്തെ മുതലേ ഈ കാര്യങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഈ പ്രശ്നം ഉന്നയിച്ച ഘട്ടത്തിൽ തന്നെ ഈ പ്രശ്നത്തിന്റെ നമ്മുടെ നിലപാട് അങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നടന്നിട്ടുണ്ട്. ആ ആശയവിനിമയമൊക്കെ നടന്നിട്ടുണ്ട്. അതിലൊന്നും ഒരു കുറവും വന്നിട്ടില്ല. സിഎമ്മിന്റെ വൈകിട്ടത്തെ പത്രസമ്മേളനങ്ങൾ ഈ പ്രതിപക്ഷ നേതാക്കന്മാരെ അപമാനിക്കാൻ വേണ്ടിയാണെന്നാണ് KPCCയുടെ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറയുന്നത്. മാത്രമല്ല CM ഈ മുഖ്യമന്ത്രി കസേരയിലാണ് ഇരിക്കുന്നതെന്ന് പലപ്പോഴും മറന്നു പോകുന്നു എന്നൊരു വിമർശനം കൂടി മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉന്നയിക്കുന്നുണ്ട്. ആദ്യത്തെ ഭാഗത്തിന് നിങ്ങളാണ് ഉത്തരവാദി. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനാണ് ഞാൻ ഉത്തരം പറയുന്നത്. അത് നിങ്ങൾ ബോധപൂർവം അങ്ങനത്തെ ഉദ്ദേശം ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ യഥാർത്ഥത്തിൽ നിങ്ങളെ ചോദ്യത്തിന് എന്താണോ ഉത്തരം പറയേണ്ടത് ആ ഉത്തരമാണ് പറയുന്നത്. പിന്നെ ഞാനിരിക്കുന്ന കസേരയെക്കുറിച്ച് നല്ല ഓർമ്മതയോടുകൂടിയാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ പല കാര്യങ്ങളും എനിക്ക് അങ്ങോട്ട് പറയാനുണ്ടായിരുന്നു. അതെല്ലാം ഈ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് മാത്രമേ ഞാനിപ്പോൾ സംസാരിക്കുന്നുള്ളൂ. മറ്റ് പല സംസ്ഥാനങ്ങളിലും കേന്ദ്രത്തിന്റെ മാർഗനിർദ്ദേശം അനുസരിച്ച് മദ്യശാലകൾ പല സംസ്ഥാനങ്ങളിലും തുറക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഈ മദ്യ നിരോധനത്തിലേക്ക് പോകുന്നു എന്ന സൂചനയാണ്. നമ്മൾ അത്തരത്തിലൊരു തീരുമാനം എടുക്കാൻ വേണ്ടി ആലോചിക്കുന്നുണ്ട് മദ്യശാലകൾ തുറക്കുന്നതിന്. അതിനെപ്പറ്റി ഒരാശങ്കയും വേണ്ട. മദ്യ നിരോധനത്തിലേക്കൊന്നും പോകാൻ ആലോചിക്കുന്നില്ല. പക്ഷെ ഇപ്പോ ഈ ദിവസങ്ങൾ അതിന് പ്രായോഗികമല്ല എന്നാണ് നാം കാണുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ വേണ്ടെന്ന് വെച്ചിട്ടുള്ളത്. ഒരാശങ്ക ആ കാര്യത്തിൽ വേണ്ട. ഈ ചില ജില്ലകൾക്ക് പുറത്തായി പലപ്പോഴും പല സർക്കാർ ജീവനക്കാരും ഇപ്പോൾ ഈ ലോക്ക്ഡൌൺ കാരണം കുടുങ്ങി കിടക്കുകയാണ്. അവർക്ക് പലർക്കും ഇപ്പോൾ ഈ സർക്കാർ ജീവനക്കാർക്ക് ഇവിടെ വരാൻ കഴിയുന്നില്ല എന്നൊരു പരാതിയുണ്ട്. അപ്പൊ അവരുടെ ഇപ്പൊ വരാൻ കഴിയാത്തത് കാരണം അവരുടെ ഇത് അവധിയായി പരിഗണിക്കുമോ അല്ല അതിനുവേണ്ടി എന്തെങ്കിലും പ്രത്യേക ഗവൺമെന്റ് ഓർഡർ ഇറങ്ങുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. രണ്ട്, ഈ RD ഏജന്റുമാർക്ക് ഈ അവരുടെ കയ്യിലുള്ള പണം പോസ്റ്റ് ഓഫീസിൽ അടയ്ക്കാൻ വേണ്ടി മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം അനുവദിക്കാൻ കഴിയുമോ എന്നൊരു ആവശ്യം കൂടി ഉയർന്നു വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ രണ്ടാമത്തെ ചോദ്യത്തിന്. ഒരു ആഴ്ചയിൽ ഒരു ദിവസം അതിന് പ്രത്യേകമായിട്ട് അനുവദിക്കും പോസ്റ്റ് ഓഫീസിൽ അടക്കുന്നതിന് എന്ന് പറഞ്ഞിട്ടുണ്ട് നേരത്തെ. അതിനകത്ത് പ്രശ്നമില്ല. ആദ്യത്തതിന് ഒരു കേസിന്റെയും പ്രശ്നമാണ് അതിന് വരുന്നത്. അവരെന്തിനു പോയതാണ്, എന്താണ് സാഹചര്യം എന്നൊക്കെ മനസ്സിലാക്കി മാത്രമേ തീരുമാനം എടുക്കാൻ പറ്റൂ. അതിന്റെ ഭാഗമായി തീരുമാനങ്ങൾ എടുക്കാം. UAE അടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ തൊഴിൽ മേഖലകളെല്ലാം തുറന്ന് പ്രവർത്തിച്ചു തുടങ്ങി. ഇപ്പൊ ലോക്ക്ഡൌണിന് മുമ്പ് ഇവിടെ എത്തിയ ലേബർ വിസക്കാരുണ്ട്, അവരെ കാലാവധി തിരിച്ചു പോകാൻ നിൽക്കുന്നവരുണ്ട്.
അവരെ തിരിച്ചെത്തിക്കാൻ എന്തെങ്കിലും സംവിധാനം ഈ ഘട്ടത്തിൽ ആലോചിക്കുന്നുണ്ടോ? ഇതോ കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ കുറേ ആളുകളുണ്ട്, അവർക്ക് തിരിച്ചു പോകേണ്ടതുണ്ട് എന്നുള്ളത്. പക്ഷെ അവര് അതിന് സന്നദ്ധമായി എന്ന് അത്തരമൊരു വിവരം പൂർണ്ണമായിട്ട് കിട്ടിയിട്ടില്ല ഈ രാജ്യങ്ങൾ. അതുകൂടി നമുക്ക് പരിശോധിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യാം. സിഎം പ്രധാനമന്ത്രിക്ക് അയച്ച കത്തില് ഈ UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് ഇന്ത്യൻ മെഡിക്കൽ സംഘങ്ങളെ വിടണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഈ പ്രവാസികൾ വരുന്ന രാജ്യത്ത് തന്നെ മെഡിക്കൽ പരിശോധന വേണം എന്നങ്ങ് പറഞ്ഞല്ലോ. അപ്പൊ ആ തരത്തിലുള്ള ക്രമീകരണങ്ങളാണോ സംസ്ഥാനം ആവശ്യപ്പെട്ടിരിക്കുന്നത്? ഇറ്റലിയിലും ഇറാനിലും നേരത്തെ നമ്മൾ ഈ പരിശോധന നടത്തിയതാണ്. ആ കാര്യം നമ്മൾ കത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ പരിശോധനകൾ ആ തരത്തിൽ നമ്മൾ നടത്താൻ സന്നദ്ധമാണ്. ആ രാജ്യങ്ങൾ നടത്തുന്നില്ലെങ്കിൽ നമ്മളെ സംഘം പോയി നടത്തണമെന്ന് തന്നെയാണ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് തന്നെയാണ് നമ്മൾ നേരത്തെ പറയുന്നത്. സിഎം, ഈ വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണിക്കുള്ള വർക്ക്ഷോപ്പുകൾ, വാഹനങ്ങളുടെ ഷോറൂം എന്നിവ തുറക്കാൻ അനുമതി നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ സർവീസിംഗ് സെന്ററുകൾക്ക് ഇതുവരെ അനുമതി നൽകിയിട്ടില്ല. അതുകൂടി അനുമതി നൽകുന്നത് കാരണം പല വാഹനങ്ങളുടെയും സർവീസിംഗ് ഡേറ്റ് കഴിഞ്ഞു പോയ അവസ്ഥയുണ്ടായിട്ടുണ്ട്. അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് അനുവദിക്കാം. അതിലൊന്നും വേറെ പ്രത്യേക പ്രശ്നങ്ങളില്ല. ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ അവർ പല ജില്ലകളായിട്ട് താമസിക്കുന്നവരാണ്. അവർക്ക് വരാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അവരുടെ യാത്രയിൽ എന്തെങ്കിലും ഇളവ് അനുവദിക്കാൻ ഈ പറഞ്ഞ തരത്തിൽ അവർ യാത്ര ചെയ്യാലോ. ഇപ്പോൾ ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് യാത്ര ചെയ്യാൻ ഒരു തടസ്സവും ഇപ്പോഴില്ല. അതിന് ഈ പറഞ്ഞ സംവിധാനങ്ങൾ ചെയ്ത അതിനനുസരിച്ച് നടപടികൾ സ്വീകരിച്ചാൽ മതി. ഒരു പ്രയാസവും വരില്ല. നമ്മുടെ സമയം എക്സ്പോർട്ടുകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർ 7 ദിവസം സർക്കാരിന്റെ ക്വാറന്റൈൻ കഴിയണമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ കഴിഞ്ഞ 2 ദിവസത്തിനിടെ ചെന്നൈ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ നിന്ന് വന്നവർ ക്വാറന്റൈൻ സംവിധാനം അവർക്ക് വരുത്തിയിട്ടുണ്ടോ, കൊടുത്തിട്ടുണ്ടോ? നമ്മളെ സമയം നമ്മൾ ഓർക്കണം. ഈ കാര്യത്തിൽ ഇനി വരുന്ന ആളുകൾക്കെല്ലാം ഈ പറയുന്ന നിർബന്ധമായിട്ടുള്ള ക്വാറന്റൈൻ സംവിധാനം ഉണ്ടാകും. നമുക്ക് ഒരു വാർത്ത സംബന്ധിച്ച ഒരു ചോദ്യമാണ്. ഒരു വലിയ ആശങ്കപ്പെടുന്ന ഒരു വാർത്ത ഒരു പ്രമുഖ പത്രത്തിൽ വന്നിട്ടുണ്ട്. അതായത് ക്വാറന്റൈനിൽ, അതായത് കോവിഡ് രോഗികളായി തിരിച്ചറിയാൻ പറ്റാതെയും പരിശോധന ചെയ്യാത്തതുമായ 239 പേർ സംസ്ഥാനത്തുണ്ട്. ഇത് പഠനം നടത്തിയിരിക്കുന്ന അമേരിക്കയിൽ നിന്നുള്ള 2 പേരാണ്. അത്തരത്തിൽ വലിയ ആശങ്ക സർക്കാരിനുണ്ടോ? ജനങ്ങൾ വല്ലാതെ ആശങ്കപ്പെടുന്ന വാർത്തകൾ ശരിയാണ്? നമ്മൾ എല്ലാ കാലത്തും പഠനങ്ങളെ ബഹുമാനിക്കുന്നവരാണല്ലോ മലയാളികൾ. അതുമായി ബന്ധപ്പെട്ട് ചില ആശങ്കകൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. പക്ഷെ ഈ പറയുന്ന പഠനത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല. ഇത് വെറും ഒരു ഊഹാടിസ്ഥാനം മാത്രമാണ്. ഈ ഊഹം വെച്ചുള്ള ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കൽ, അതിന് ഈ പഠനം എന്ന പേരിടുന്നത് ശരിയല്ല. അതാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. ഒരു വസ്തുതയുടെ പിൻബലവും ആ കാര്യത്തിലില്ല. ഇത്